السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മനുഷ്യ സൃഷ്ടിപ്പ് അത്യത്ഭുതകരമാണ്. ഏറ്റവും നല്ല ഘടനയിൽ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോ അവയവങ്ങളും വെക്കേണ്ടിടത്ത് തന്നെ അല്ലാഹു വെച്ചു. കൈ വെക്കേണ്ടിടത്ത് കൈ, കാല് വെക്കേണ്ടിടത്ത് കാല്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത്. രണ്ട് കൈകളും ഒരേ അളവിൽ, രണ്ട് കാലുകളും ഒരേ അളവിൽ. കണ്ണ് ഫിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കണ്ണ് അല്ലാഹു ഫിറ്റ് ചെയ്തു. മൂക്ക് ഫിറ്റ് ചെയ്യേണ്ടിടത്ത് മൂക്കും കണ്ണും ഒന്നും തലയുടെ ബാക്ക് ഭാഗത്ത് അല്ലാഹു പടച്ചില്ല. എത്ര മനോഹരം, എത്ര നല്ല ഘടന! അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയിലാണ് പടച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ ഘടനയിലാണ് മനുഷ്യനെ നാം പടച്ചിട്ടുള്ളത്. ഇത്ര നല്ല ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ശാരീരിക ഘടനക്കും ആന്തരികാവയവങ്ങൾക്കും മറ്റും പ്രായാധിക്യം കാരണം കോട്ടം തട്ടും. പ്രവർത്തനക്ഷമത കുറഞ്ഞു വരും. കണ്ണിന്റെ കാഴ്ച, കേൾവിശക്തി തുടങ്ങി എല്ലാത്തിനും കുറവ് സംഭവിക്കും. ഒരു കാലത്ത് ഓടുകയും നടക്കുകയും ചാടുകയും എല്ലാം ചെയ്തിരുന്ന, ചെറുചെറുക്കോടെ പ്രവർത്തന നിരതനായിരുന്ന ആൾ ഒന്നിനും കഴിയാതെ ജീവിതം തള്ളി നീക്കേണ്ടി വരുന്ന അവസ്ഥ. അതിനാണല്ലോ വാർദ്ധക്യമെന്ന് പറയുന്നത്. മേൽ പറയപ്പെട്ട മുഴുവൻ കഴിവുകളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതൊരാളുടെ ഓർമ്മശക്തിയാണ്. തൊട്ടു മുമ്പ് ചെയ്തത് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥ. ഓർമ്മശക്തി നഷ്ടപ്പെടൽ വലിയൊരു നഷ്ടം തന്നെയാണ്. പിച്ചുംപേയും പറയുന്ന അവസ്ഥ, സ്ഥലകാലബോധമില്ലാത്ത അവസ്ഥ, ഇതിനാണ് അതീവ വാർദ്ധക്യം എന്ന് പറയുന്നത്. ഒരു കാലത്ത് നിരവധി വിപ്ലവങ്ങൾ സൃഷ്ടിച്ച മനുഷ്യൻ ഒന്നിനും കഴിയാതെ ഒരു മൂലയിൽ ഒതുങ്ങിപ്പോവുകയും അതീവ വാർദ്ധക്യം പിടിപെടുകയും ചെയ്യുന്ന അവസ്ഥയെ, പിച്ചുംപേയും പറയുന്ന അവസ്ഥയെ തരണം ചെയ്യാൻ, അതീവ വാർദ്ധക്യത്തിലേക്ക് തള്ളിവിടപ്പെടാതിരിക്കാൻ പര്യാപ്തമായ വലിയൊരു അമൂല്യമായ കാര്യം വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഖുർആൻ പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും മനുഷ്യനെ ഏറ്റവും നല്ല അതിമനോഹരമായ ഘടനയിലാണ് നാം പടച്ചിട്ടുള്ളത്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. പിന്നെ നാം അവനെ അധമരാക്കി തീർത്തു. മനുഷ്യന്റെ ഏറ്റവും നല്ല ഘടനയ്ക്ക് വ്യത്യാസം സംഭവിക്കുന്നു. കൈകാലുകളുടെ ശേഷി നഷ്ടപ്പെട്ടു തുടങ്ങുന്നു. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങുന്നു. കേൾവിശക്തി നഷ്ടപ്പെടുന്നു. ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു. ഇങ്ങനെയെല്ലാം സംഭവിച്ച് അധമരായി അതീവ വാർദ്ധക്യത്തിലേക്ക് മനുഷ്യരെ നാം മടക്കുന്നതാണെന്ന് അല്ലാഹു പറയുന്നു. ഒരു കാലത്ത് ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചയാൾ, ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച് സമൂഹത്തിൽ പ്രശസ്തിയും പ്രസിദ്ധിയും നേടിയെടുത്തയാൾ, എന്നാൽ അതീവ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതുപോലും താൻ ഉണ്ടാക്കി തീർത്ത നേട്ടങ്ങൾ പോലും പ്രസിദ്ധി പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് മടങ്ങുന്നു. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. നാം മനുഷ്യനെ അധമരാക്കി. അതായത് യുവത്വത്തിന് ശേഷം പിന്നീട് വാർദ്ധക്യം, കഴിവിന് ശേഷം കഴിവില്ലായ്മ, ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നാം അവനെ കൊണ്ടെത്തിക്കുന്നു. ഖുർആൻ ശേഷം പറയുന്നുണ്ട്, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. അല്ലാഹുവിൽ വിശ്വസിച്ചു, ആ മൂല്യനിധി കരസ്ഥമാക്കി, എപ്പോഴും തൻ്റെ ഹൃദയത്തിൽ അല്ലാഹുവിലുള്ള വിശ്വാസവും കൊണ്ട് നടന്നു. അല്ലാഹുവിനെ മാത്രം ആരാധ്യനായി അംഗീകരിച്ച് ജീവിച്ചു. അതുപോലെ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായി തൻ്റെ യുവത്വകാലം എല്ലാം ചെറുപ്പം ചെറുചെറുക്കോടുകൂടി ജീവിച്ച കാലം, ആ കാലങ്ങളിലൊക്കെയും
അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്തു. വഅമിലു സ്സാലിഹാത്തി, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അദ്ദേഹത്തെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി എന്ന് പറഞ്ഞാൽ ഇല്ലല്ലദീന ഖറഉൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തവരൊഴികെ. വിശുദ്ധമായ ഖുർആൻ പാരായണം വലിയൊരു അമലാണ്. ആ വിശുദ്ധമായ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ അതീവ വാർദ്ധക്യം പിടിവിടുകയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നു. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെട്ട മഹാനായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുന്നു, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ ലം യുറദ്ദ ഇലാ അർദലിൽ ഉമർ, അവൻ അതീവ വാർദ്ധക്യത്തിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രിയമുള്ളവരെ, ഖുർആൻ എപ്പോഴെങ്കിലും ഓതുക എന്നല്ല, ഖുർആൻ സ്ഥിരമായി നിരന്തരമായി ഓതുന്ന, കൂടുതലായി പാരായണം ചെയ്യുന്നയാൾ, അയാൾ ലം യുറദ്ദ ഇലാ അർദലിൽ ഉമർ, അയാൾ അതീവ വാർദ്ധക്യത്തിലേക്ക് എത്തപ്പെടുകയില്ല, മടക്കപ്പെടുകയില്ല എന്ന്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യണം. നാം ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. വിശുദ്ധമായ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്ത് ജീവിച്ച ആളുകൾ കുറെ കാലം ജീവിക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അവസാനം വരെ അവരുടെ ഓർമ്മശക്തി നഷ്ടപ്പെടാതെ അവർ ജീവിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചിത്താരി, സൗത്ത് ചിത്താരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഈ വിനീതൻ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പ്രായാധിക്യം ചെന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, പാലാട്ട് കുഞ്ഞാമൂച്ച എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഈ റമദാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹം എന്നും കാണാം സൗത്ത് ചിത്താരി പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ അദ്ദേഹം വന്നിരിക്കുകയും ഒരു കസേരയിട്ട് അദ്ദേഹത്തിന് ഖുർആൻ വെക്കാൻ ഒരു സ്റ്റാൻഡുമുണ്ട്. രാവിലെ തന്നെ വരും, അദ്ദേഹം ഖുർആൻ പാരായണത്തിലായി മുഴുകും. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും, വീണ്ടും വരും, ഖുർആൻ പാരായണത്തിലായി മുഴുകും. അസ്ർ നിസ്കാരം കഴിഞ്ഞാലും ഖുർആൻ പാരായണം തന്നെ, മഗ്രിബ് കഴിഞ്ഞാലും ഖുർആൻ പാരായണം തന്നെ. ഇശാ നിസ്കാരവും കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അദ്ദേഹം വിശുദ്ധമായ ഖുർആൻ ഇത്രമാത്രം നെഞ്ചിലേറ്റി ജീവിച്ചു. ഖുർആൻ പാരായണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഹരമായിരുന്നു, രസമായി അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് ഏതാണ്ട് 100 വയസ്സിനേക്കാൾ ഏറെ പ്രായമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അദ്ദേഹം വിട പറയുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിക്ക് യാതൊരുവിധ കുറവും സംഭവിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. ആരോഗ്യത്തോടൊപ്പം അതീവ വാർദ്ധക്യം പ്രാപിക്കുകയോ ഓർമ്മശക്തി നഷ്ടപ്പെടുകയോ സ്ഥലകാല ബോധമില്ലാത്ത അവസ്ഥ ബാധിക്കുകയോ ചെയ്തില്ല എന്നത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ ഖുർആനുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. വിശുദ്ധമായ ഖുർആൻ പാരായണത്തിലായി ഇങ്ങനെ രസം കണ്ടെത്തുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ചുറുചുറുക്കോടുകൂടെ ഒരു യുവാവിനെ പോലെ അദ്ദേഹം നടന്നു പോകുമായിരുന്നു. ആരും കൈക്ക് പിടിച്ചുകൊണ്ടല്ല അദ്ദേഹം പള്ളിയിലേക്ക് വന്നിരുന്നത്. മറിച്ച് അദ്ദേഹം സ്വന്തമായി നല്ല ചുറുചുറുക്കോടെ നടന്നു വരികയും നല്ല ഓർമ്മശക്തി ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വിശുദ്ധമായ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു നേട്ടമാണ് ഓർമ്മശക്തി നഷ്ടപ്പെടാതിരിക്കുക എന്നത്. അവർ അതീവ വാർദ്ധക്യത്തിലേക്ക് എത്തുകയില്ല എന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, തൂബാ ലിമൻ താല ഉംറുഹു വഹസന അമലുഹു, ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് സ്വാഗതം. ദീർഘായുസ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല, ആ ദീർഘായുസിനോടൊപ്പം സൽക്കർമ്മം കൂടെ ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിക്കുക എന്നതാണ് അയാളുടെ ജീവിതം കൊണ്ട് അർത്ഥം. ഈ അയാളുടെ ജീവിതം ഫലവത്തായി എന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ദീർഘായുസിലൂടെ മഹാനായ ശൈഖുന
വടുതൽ ഉസ്താദ് അവർകൾ പറയാറുണ്ടായിരുന്നു, ഈ വിനീതന്റെ ഉസ്താദാണ്, മഹാനവർകൾ പറയാറുണ്ടായിരുന്നു, ദീർഘായുസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണ്ട, അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുമായിരുന്നു. മഹാനവറുകൾക്ക് ദീർഘായുസ് കിട്ടട്ടെ എന്ന് ആരെങ്കിലും സദസ്സിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ പറയും, അങ്ങനെ പറയരുത്, അള്ളാഹുവിന്റെ ത്വാഅത്തിലായി അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ദീർഘായുസ് കിട്ടാൻ എന്ന് ദുആ ചെയ്യണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ ദീർഘായുസ്സും കിട്ടുകയും അതുപോലെ കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യുക എന്നത് ഒരാളുടെ ജീവിതത്തിലെ വലിയ നേട്ടമാണ്. മഹാനായ അബൂ ലൈത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആലിമായ മനുഷ്യന്റെയും ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുകയില്ല എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരുടെ ബുദ്ധി, ഓർമ്മശക്തി, സ്ഥലകാലബോധം ഇതൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല, അതെല്ലാം എന്നും നിലനിൽക്കും, അതീവ വാർദ്ധക്യത്തിലേക്ക് എത്തുകയില്ല എന്നാണ് സൂറത്തു തീനിലെ ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്നൽ അബ്ദ ഇദാ മരിദ ഔ സാഫറ, ഒരാള് രോഗിയായി അല്ലെങ്കിൽ അയാൾ യാത്രക്കാരനായി, കുതിബ ലഹു മിത്ലു മാ കാന യഅമലു സഹീഹൻ മുഖീമ, രോഗിയായ ഒരാൾ ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുന്ന സന്ദർഭത്തിൽ എന്തെല്ലാം അമലുകൾ ചെയ്തിട്ടുണ്ടോ, പള്ളിയിൽ പോയി നിസ്കരിച്ചു, അതുപോലെ നിസ്കാരമൊന്നും മുടക്കിയില്ല, ഇതെല്ലാം ചെയ്തു, പക്ഷേ അയാൾ രോഗിയായി മാറിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഇരുന്നേ നിസ്കരിക്കാൻ കഴിയുന്നുള്ളൂ, അല്ലെങ്കിൽ കിടന്നേ നിസ്കരിക്കാൻ കഴിയുന്നുള്ളൂ. എന്നാലും അയാൾ ആരോഗ്യ ദൃഢഗാത്രനായിരുന്നപ്പോൾ എത്രത്തോളം അമലുകൾ ചെയ്തിരുന്നോ അതുപോലെയുള്ള പ്രതിഫലം ഇയാൾ ഇരുന്ന് നിസ്കരിക്കുമ്പോഴും കിടന്ന് നിസ്കരിക്കുമ്പോഴും ഒക്കെ കിട്ടുമെന്നാണ്. നിസ്കാരം പാടെ ഒഴിവാക്കുന്നത് ശരിയല്ല, അത് തെറ്റാണ്. നിർബന്ധമായൊരു കാര്യം, ഫർളായൊരു കാര്യത്തെ ഒഴിവാക്കാൻ പാടില്ല. പക്ഷെ അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിസ്കാരം നിർവഹിക്കുന്നു. അയാൾ പ്രായാധിക്യം ചെന്നപ്പോൾ അദ്ദേഹം വീട്ടിൽ വെച്ച് ഇരുന്ന് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കുന്നു, ആ രീതിയിൽ കഴിയുന്നത് പോലെ നിസ്കരിക്കുന്നു. എന്നാൽ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിച്ചതിൻ്റെ, അതുപോലെ നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന്. ഒരാൾ യാത്രക്കാരനായി യാത്ര ചെയ്യുകയാണ്, നാട്ടിലാകുമ്പോൾ അയാൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ യാത്രക്കാരനായി ആകുമ്പോൾ നാട്ടിൽ വെച്ച് നിസ്കരിച്ചതുപോലെയുള്ള പ്രതിഫലം യാത്രക്കാരനായിരിക്കുമ്പോഴും അയാൾക്ക് ലഭിക്കുമെന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. പറഞ്ഞു വന്നതിൻ്റെ സാരം, ഒരാൾ അയാളുടെ ആരോഗ്യമുള്ള സമയത്ത്, അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെയും അയാളുടെ ചെറുപ്പകാലഘട്ടത്തിലൊക്കെയും അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു, ഇബാദത്ത് ചെയ്ത് ജീവിച്ചു, അമലുകൾ ചെയ്തു, ഖുർആൻ പാരായണം ചെയ്തു, ദിക്റുകൾ ചൊല്ലി, സലാത്തുകൾ ചൊല്ലി, നിസ്കാരം കൃത്യമായി നിർവഹിച്ചു. ഇങ്ങനെയുള്ള അമലുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ പ്രായാധിക്യം ചെല്ലുമ്പോഴും രോഗിയായി മാറുമ്പോഴും ഇത്തരത്തിൽ നിരവധി അമലുകൾ ചെയ്യാൻ സാധിക്കാതെ വന്നാൽ പോലും അയാൾക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും. മാത്രമല്ല, ഖുർആൻ പാരായണവും മറ്റ് അമലുകളും കൂടുതലായി വർദ്ധിപ്പിക്കുന്ന ആളുകളുടെ ബുദ്ധിക്കോ ഓർമ്മശക്തിക്കോ യാതൊരുവിധ കുഴപ്പവും ഉണ്ടാകുകയില്ല. അത് 90 വയസ്സായാലും 100 വയസ്സായാലും അതിന് ഭംഗം വരികയില്ല എന്ന് ആണ് ഈ പറഞ്ഞതിൻ്റെ സാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധമായ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.